A+ ഉണ്ട്, നീ ജയിച്ചോ തോറ്റോ, ഇങ്ങനത്തെ ചൊറിയുന്ന ക്വസ്റ്റ്യൻസ് ഇന്ന് കുറച്ച് പേര് നേരിടേണ്ടി വന്നിട്ടുണ്ടാവും അല്ലേ. 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് ഇന്ന് വന്നു അല്ലേ. കുറേ പേർക്ക് ഫുൾ A+ കിട്ടിയിട്ടുണ്ടാവും, കുറച്ച് പേർക്കൊന്നും ഫുൾ A+ കിട്ടിയിട്ടുണ്ടാവില്ല. ഇനി ഫുൾ A+ കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട ഒരു കാര്യം തന്നെ ഇല്ല. ഫുൾ A+ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കുട്ടിക്ക് വളരെയധികം പഠിക്കാനുള്ള ബുദ്ധിയുണ്ട് അല്ലെങ്കിൽ കഴിവുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിനെ നമ്മൾ കൺഗ്രാജുലേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെ ഉണ്ട്. +1 +2 ഡിഗ്രി PG അങ്ങനെ കുറേ കിടപ്പുണ്ട്. അത് കഴിഞ്ഞ് ജോലി വാങ്ങിച്ച് നമുക്ക് ഇനി ജീവിക്കേണ്ടതാണ്. ഫുൾ A+ കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടെ തന്നെ ഇമോഷണലി ഡൗൺ ആയി ഇരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഫുൾ A+ കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാരെ കൺഗ്രാജുലേറ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നല്ലൊരു സ്കൂളിൽ അഡ്മിഷൻ നേടാൻ സഹായിക്കും ഈ ഒരു ഫുൾ A+. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ +1 നന്നായി പഠിച്ച് ജയിക്കണം. +2 അതേപോലെ ഡിഗ്രി അങ്ങനെ നല്ല മാർക്കോട് കൂടി പാസ്സായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടണം. കാര്യം അവിടെയാണ്. നല്ലൊരു ജോലി അല്ലെങ്കിൽ നല്ലൊരു വരുമാനം നിങ്ങൾ കൊണ്ടുവരണം. അതിലാണ് കാര്യം. ഈ ഫുൾ A+ എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. പക്ഷെ അതിലും വലിയ കാര്യങ്ങൾ ഇനിയും കിടപ്പുണ്ട് എന്നുള്ളൊരു റിയാലിറ്റി കൂടെ മനസ്സിലാക്കുക. ആരെങ്കിലും വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു റിയാലിറ്റി മനസ്സിലാക്കുക. ഇനി നിങ്ങൾക്ക് ഫുൾ A+ ഇല്ല, മാർക്ക് കുറവാന്ന് പറഞ്ഞ് ഏതെങ്കിലും റിലേറ്റീവ് നിങ്ങളെ കയറി ചൊറിയാൻ വരുന്നെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ ഇമോഷണലി ഡൗൺ ആയി പോകരുത്. ഈ ഒരു കാര്യം മനസ്സിൽ വിചാരിക്കുക. ഫുൾ A+ കിട്ടി എന്ന് പറഞ്ഞ് വലിയ കാര്യം ആക്കേണ്ട ആവശ്യമില്ല. ഭാവിയിൽ ഇനിയും സമയം കുറേ കിടപ്പുണ്ട്, അതും കൂടെ ഒന്ന് നോക്കണം. അതേ പോരാണ്ട് തന്നെ നിനക്ക് അവരെക്കാൾ നല്ല വരുമാനം കൊണ്ടുവരാൻ ഇനി ഭാവിയിൽ സാധിക്കും എന്ന് കുറച്ച് വിശ്വാസം എടുത്ത് അതിനനുസരിച്ച് തീരുമാനം എടുത്ത് മുമ്പോട്ട് പോവുക. വേറൊന്നുമല്ല, ഫുൾ A+ നല്ല കാര്യം തന്നെയാണ്. അതിനെ ഞാൻ മോശമെന്നൊന്നും പറയുന്നില്ല. ഇനി അത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അതും മോശമുള്ള കാര്യമൊന്നുമല്ല. ഇനി ഭാവിയിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതൊക്കെ നല്ല വൃത്തിക്ക് ചെയ്യുക, മുമ്പോട്ട് പോവുക. ഫുൾ A+ കിട്ടിയില്ലെങ്കിൽ വേണ്ട, പോട്ടെ. ഇനി നിനക്ക് ഭാവിയിൽ നല്ല വരുമാനം കൊണ്ടുവന്ന് അടിപൊളിയായി ജീവിക്കാൻ പറ്റണം. ആ ഒരു കാര്യമാണ് മെയിനായിട്ട് ആലോചിക്കേണ്ടത്. അതാണ് റിയാലിറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ആരെങ്കിലും വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈ റിയാലിറ്റി മനസ്സിലാക്കുക. ഇനി ഇതുപോലത്തെ വീഡിയോസ് ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ഇനി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടെ അയച്ചു കൊടുക്കുക. ഇനി 10ാം ക്ലാസ്സിൽ വരുന്ന പിള്ളേരുണ്ടാവില്ല, അവർക്ക് ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.